പുരോഹിത ദർശനത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ അതിഥി ബഹുമാന്യനായ റവറൻഡ് ഡോക്ടർ ടി ജെ തോമസ് അച്ഛനാണ്. മലങ്കര മാർത്തോമ സുറിയാനി സഭയിലെ പ്രശസ്തനായ എഴുത്തുകാരനാണ് ഡോക്ടർ ടി ജെ തോമസ് അച്ഛൻ. അച്ഛൻ കൗൺസിലിങ്ങിൻ്റെ പൈനിയറാണ്. പ്രിയപ്പെട്ട അച്ഛനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. മലങ്കര മാർത്തോമ സുറിയാനി സഭയിൽ കൗൺസിലിങ്ങിൻ്റെ ആരംഭക്കാരൻ, പൈനിയർ എന്ന നിലയിൽ അച്ഛൻ അറിയപ്പെടുന്ന ഒരു മനഃശാസ്ത്രജ്ഞനാണ്. വിവിധ ഇടങ്ങളിൽ വിവിധ കൗൺസിലിംഗ് സെൻ്ററിൽ അച്ഛൻ പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ ഒരു കാലഘട്ടത്തിൽ ഏകദേശം 80കളിൽ അച്ഛൻ ഇത് ആരംഭിച്ച സമയത്ത് എന്തായിരുന്നു ഇതിൻ്റെ പിന്നിലുള്ള ഒരു പ്രചോദനം? എങ്ങനെയാണ് ഇത് തുടങ്ങിയത്? കൗൺസിലിംഗ് സെൻ്ററിൻ്റെ ഒരു തുടക്കം എന്ന് പറഞ്ഞാൽ അഭിമന്യ യൂഹന്നാൻ മാർത്തോമ തിരുമേനിയും അതുപോലെ മാത്യൂസ് മർത്തോനിയോസ് തിരുമേനിയും രണ്ടുപേരും സൗഖ്യമില്ലാതെ കോട്ടയത്ത് ആർപ്പുക്കര ആശുപത്രി കിടക്കുന്ന ഒരു സമയമുണ്ടായി. ആ സമയത്ത് ഞാൻ അച്ഛനായി എൻ്റെ ആദ്യത്തെ വർഷമാണ് 1972. അന്ന് ഇവരെ രണ്ടുപേരെയും 2 വാർഡിലായി ശുശ്രൂഷിക്കുവാൻ തക്കവണ്ണം 2 സ്ഥലത്തോട്ട് ഓടും. ഈ വാർഡിൽ പോകും, അവിടെ ഒരാളെ കാണും, അവിടുന്ന് കുറേ സമയം മറ്റിടത്ത് പോകും. അങ്ങനെ അവരെ ശുശ്രൂഷിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴാണ് മാത്യൂസ് തിരുമേനിയുടെ അസുഖം വളരെയധികം വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ തിരുമേനിയെയും കൊണ്ട് നേരെ വെല്ലൂർ പോയി. തിരുമേനിയെയും കൊണ്ട് വെല്ലൂർ ചെന്ന് ആ വെല്ലൂരെ ചികിത്സാ സമയത്ത് കൊണ്ടുപോയതും അതുപോലെ അവിടെ ചെന്ന് ശുശ്രൂഷയ്ക്ക് അവിടെ നിന്നതും എല്ലാം ഞാൻ മാത്രമായിരുന്നു. ആദ്യത്തെ 2 ആഴ്ച ഫുൾ ടൈം ഞാൻ അവിടെ നിന്നു. അന്ന് വളരെ ഒരു ഹെക്റ്റിക് ബുദ്ധിമുട്ടുള്ള ഒരു സമയമായിരുന്നു. കാരണം എന്താ സംഭവിക്കുക, എങ്ങനെ സംഭവിക്കുക എന്നൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടായിരുന്നു. തിരുമേനിയുടെ കാലിന് നീരങ്ങോട്ട് വന്നിട്ട് ഞരമ്പൊക്കെ ബൾജ് ചെയ്തിട്ട് പിന്നീട് എപ്പോഴും ഏത് സാഹചര്യത്തിലും ബുദ്ധിമുട്ടുണ്ടാകാം, ഈവൻ മരണം പോലും ഉണ്ടാകാം. അങ്ങനെയുള്ളതായ ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ ആ സമയത്ത് കൂടെ നിന്ന് ചികിത്സിക്കുകയും ശുശ്രൂഷിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ഈ സമയത്തെല്ലാം ഈ കൗൺസിലിങ്ങിനെ കുറിച്ചുള്ള ഒരു ചിന്ത അതെൻ്റെ തലേ വന്നോന്ന് ചോദിച്ചാൽ അങ്ങനെ വന്നിട്ടില്ല. പക്ഷേ ഈ ശുശ്രൂഷയെക്കുറിച്ചുള്ള വലിയ ചിന്തയുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് ശുശ്രൂഷകളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവർ മാത്യൂസ് തിരുമേനി പിന്നെ അധികം താമസിയാതെ കാലം ചെയ്തു. യൂഹന്നാൻ തിരുമേനി പിന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം എന്നോട് ചോദിച്ചു, അച്ഛൻ ഈ ഫീൽഡിൽ പഠിക്കാൻ താല്പര്യമുണ്ടെന്ന് ചോദിച്ചു. യെസ്, ഡെഫിനറ്റ് പഠിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പനപുന്ന തിരുമേനി അഥവാ തോമസ് മാർ അത്തനേഷ്യസ് തിരുമേനിയോട് ചോദിച്ചു, അച്ഛന് താല്പര്യമാണെങ്കിൽ ഞാനതിനെ ക്രമീകരിക്കാൻ പോകാൻ തയ്യാറാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു യെസ്. തിരുമേനി പറഞ്ഞാൽ ഞാൻ പോകാതിരിക്കില്ല. അങ്ങനെ തോമസ് തിരുമേനിയാണ് എന്നെ പഠിക്കാൻ വേണ്ടി അമേരിക്കയ്ക്ക് അയച്ചത്. അവിടെ ചെന്ന് അവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്ത് വന്ന ഈ പോക്കും വരവും യാത്രയൊക്കെ എല്ലാം നമ്മൾ തന്നെ ചെയ്യണം. കാരണം സഭയിൽ നിന്ന് ആ തരത്തിൽ അയക്കാനുള്ളതായ ഒരു ചുറ്റുപാട് അന്നില്ല. അന്നത് ഞാൻ പിന്നെ അതനുസരിച്ച് എല്ലാം തിരുമേനി അഡ്മിഷനെല്ലാം ശരിയാക്കി തന്നു. ഞാൻ പോയി അവിടെ ചെന്ന് ജോയിൻ ചെയ്തു, അവിടെ പഠിച്ചു. അങ്ങനെ പഠിച്ച് പഠനമെല്ലാം പൂർത്തിയാക്കിയതിന് ശേഷം ഇവിടെ വന്നപ്പോൾ എൻ്റെ ഉള്ളിൽ കൗൺസിലിംഗ് പ്രാക്ടീസ് ചെയ്യണമെന്നുള്ള ചിന്തയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അഭിമന്യ തിരുമേനി പറഞ്ഞ് പറ്റില്ല, ഇവിടെ വന്നത് അച്ഛനിത് പഠിച്ചത് ഇവിടെ പഠിപ്പിക്കണം. അങ്ങനെ പഠിപ്പിക്കാൻ തക്കവണ്ണം എന്നെ വൈദിക സെമിനാരിയിൽ ചുമതല ഏൽപ്പിച്ച് അങ്ങനെ വൈദിക സെമിനാരിൽ പഠിപ്പിക്കാനായിട്ട് ചുമതലയേറ്റ് ഞാനൊരു 4 വർഷം ഞാൻ പഠിപ്പിച്ചു. ആ സമയത്ത് തന്നെ ഒരു കൗൺസിലിംഗ് സെൻ്റർ ആരംഭിച്ചു. അത് 80-ൽ കൗൺസിലിംഗ് സെൻ്റർ തുടങ്ങി. അത് മാർത്തോമ തിയോളജിക്കൽ സെമിനാരിയോട് ചേർന്ന് ചേർന്ന് കൗൺസിലിംഗ് സെൻ്റർ ആരംഭിച്ചു. ഞാൻ വെല്ലൂരിൽ നിന്ന് അവിടെ ഡോക്ടർ പ്രശാന്ത് അവിടെ ആയിരുന്നു. പ്രശാന്തിനെ കൊണ്ടുവന്ന് ഇവിടെ അത് ഇനോഗ്രേറ്റ് ചെയ്യിച്ച് അങ്ങനെ ആരംഭിച്ച് കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞ ഉടനെ 4 വർഷം കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്ന് ആർപ്പൂക്കരയോട്ട് മാറാൻ ഉള്ള അവസ്ഥ വന്നു. അപ്പോൾ അവിടെ മാറുന്നതിന് മുൻപായി ആർപ്പൂക്കര ഈ കൗൺസിലിംഗ് സെൻ്റർ പണിയണമെന്നുള്ളൊരാഗ്രഹം വന്നു. അങ്ങനെ ഞാൻ കേരളത്തിന് പുറത്തും അവിടെ ഇവിടെയെല്ലാം യാത്ര ചെയ്ത് പണം ശേഖരിച്ച് കൊണ്ടുവന്ന് അങ്ങനെയാണ് ആർപ്പൂക്കരയുള്ളതായ ഈ തോമസ് മാർ അത്തനേഷ്യസ് TMA കൗൺസിലിംഗ് തോമസ് മാർ അത്തനേഷ്യസ് കൗൺസിലിംഗ് സെൻ്റർ ആരംഭിച്ചത്. അതാണ് അതിൻ്റെ ആരംഭം. അപ്പോൾ ഇതിന് മുൻപ് അങ്ങനെ ഒരു സെൻറ്റർ ഇല്ലായിരുന്നു. അതിന് കോട്ടയം യെരുശലേം പള്ളി നമുക്ക് 10-15 സെൻറ്റ് സ്ഥലം തന്നു. ആ സ്ഥലത്ത് ഈ സെൻറ്റർ ആരംഭിച്ചു. അത് അവിടെ നിന്ന് പിന്നീട് ഡെവലപ്പ് ചെയ്ത് വന്നു. ഇപ്പോൾ അതൊരു വലിയ റിസർച്ച് സെൻ്ററായിട്ട് ഉയർന്നു എന്നുള്ളത് സ്റ്റഡി സെൻ്റർ റിസർച്ച് സെൻ്ററായിട്ട് ഉയർന്നു എന്നുള്ളതിൽ എനിക്ക് അഭിമാനമുണ്ട്. കർത്താവിൻ്റെ ഒരു ഹീലിംഗ് മിനിസ്ട്രി, അത് കർത്താവിൻ്റെ ഹീലിംഗ് മിനിസ്ട്രി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത്. അതുപോലെ തന്നെ ഒരു ഹീലിംഗ് മിനിസ്ട്രിയാണ് അച്ഛൻ സയൻറ്റിഫിക്കായിട്ടാണ് പഠിച്ചത്. അപ്പോൾ നമുക്കെല്ലാം അറിയാം സയൻറ്റിഫിക്കായിട്ട് സയൻസ് പരമായിട്ട് ഇതൊരു ഏരിയ ഓഫ് സ്റ്റഡീസാണ്. എന്നാൽ പല ആളുകളും ഇപ്പോൾ ഇത് ചെയ്യുന്നുണ്ട് അൺഒഫീഷ്യലായിട്ട്. അവരെല്ലാം ഉപദേശം കൊടുക്കുകയും അത് അങ്ങനെ
മറ്റുള്ള ആളുകളെ സഹായിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അച്ഛൻ അതിനോടുള്ള റെസ്പോൺസ് എങ്ങനെയാണ്? ഈ കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഒരു ഹീലിംഗ് പ്രോസസ്സാണ്, ഒരു സംശയമില്ല. ഒരു സൗഖ്യ പ്രക്രിയയാണ്. മാനസിക ആരോഗ്യമുള്ളവർക്കേ കൗൺസിലിംഗ് പ്രയോജനപ്പെടുത്തുള്ളൂ. റൈറ്റ്. പ്രയാസമുള്ള, പ്രശ്നമുള്ള, ബുദ്ധിമുട്ടുള്ളതായ വ്യക്തി മറ്റൊരാളുടെ മുമ്പിലിരുന്ന് അവരുടെ പ്രയാസങ്ങളെ അവർ പറയുമ്പോൾ പലപ്പോഴും അവരുടെ പ്രയാസം എന്താണെന്ന് അവർ തന്നെ തിരിച്ചറിയുന്നില്ല. ഓക്കെ. അവരങ്ങ് പറയും, സ്പോണ്ടേനിയസ് ആയിട്ട് ഉള്ളിലുള്ളത് ഇങ്ങനെ കുടത്തിന്ന് ഒഴിക്കുന്നതിൽ പറയും. ബട്ട് വൈ ഈസ് ഇറ്റ് ആൻഡ് വാട്ട് ഈസ് ഇറ്റ്, ഹൗ ഇറ്റ് ഹാപ്പൻഡ്, എന്ത് എപ്പോൾ എങ്ങനെ സംഭവിച്ചു, ഇതൊന്നും അവർക്ക് വ്യക്തതയില്ല. എന്നാൽ കേൾക്കുന്നയാൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഈ കേട്ടതിനെ മനസ്സിലാക്കിയിട്ട് അവർക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ അത് തിരിച്ച് പ്രതികരിച്ച് കൊടുക്കും. ഓക്കെ. അപ്പോഴയ്യോ ഞാൻ അത് തന്നെയാണല്ലോ പറഞ്ഞത്, ഇത് തന്നെയാണല്ലോ പറഞ്ഞത്. അപ്പോൾ സ്വയം പ്രശ്നങ്ങളെ തിരിച്ചറിയും. ഓക്കെ. അത് കണ്ടെത്താൻ പ്രേരിപ്പിക്കുന്നു. എൻ്റെ പ്രശ്നം എന്താണെന്ന് ഞാൻ തന്നെ തിരിച്ചറിയും, അതിനവരെ സഹായിക്കും. അത് ഞാൻ ചോദിച്ചോട്ടെ അച്ഛാ, അതൊരു ഗൈഡ് ലൈൻ കൊടുക്കുന്ന രീതിയിലാണ് ഡെവലപ്പ് ചെയ്യുന്നത്? അല്ല, ഗൈഡ് ലൈൻ അല്ല. അവർ പറഞ്ഞത് എന്താണെന്നും എന്തുകൊണ്ടാണെന്നും എങ്ങനെയാണെന്നും ഏത് ചുറ്റുപാടിലാണെന്നും ഉള്ളതൊക്കെ അവർക്ക് സ്വയം മനസ്സിലാക്കാൻ അവസരം കൊടുക്കും. അത് മനസ്സിലാക്കുന്നതോടൊപ്പം മറ്റൊരു സംഗതിയുണ്ട്. എൻ്റെ പ്രശ്നത്തിന് എപ്പോഴും പരിഹാരമുണ്ട്. ഓക്കെ. എൻ്റെ പ്രശ്നം ഞാനാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിനെനിക്ക് ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ അതിൻ്റെ പരിഹാരവും എൻ്റെ തന്നെ ഉണ്ട്. പലരും അത് ചിന്തിക്കുകയില്ല. ഓക്കെ. ഇപ്പം ഞാൻ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ ഞാൻ പറയും അച്ഛൻ ഒരുത്തം കാരണമാണ് എനിക്ക് ഇത്ര പ്രശ്നമെന്ന് പറയും. ഭാര്യ പറയും ഭർത്താവ് കാരണമാണ് എൻ്റെ ഈ പ്രശ്നം, അങ്ങനെ കുടിച്ച ചുവിട്ട് വരുന്നതുകൊണ്ടാണ്. എപ്പോഴും മറ്റുള്ളവർ മൂലമാണ് എനിക്ക് പ്രയാസം, പ്രശ്നം, ബുദ്ധിമുട്ട് എന്ന് ചിന്തിക്കാനും അവരെ പഴിയാനുള്ള പ്രേരണയുണ്ട്. എന്നാൽ പ്രശ്നം അവർ തരുന്നതല്ല, പ്രശ്നം ഈ ഞാൻ തന്നെ സ്വയം ഉണ്ടാക്കുന്നതാണ്. മറ്റൊരു വ്യക്തി പറയുന്നത്, ഇപ്പം ഞങ്ങൾ പറയും കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ആരാന്ന് ചോദിച്ചാൽ ആരാ? പല ആളിനും പറയും ഇന്നാരാ ഉണ്ടാക്കിയെന്ന് പറയും. ഞങ്ങൾ പറയും അല്ല, എൻ്റെ നാക്കാണ് പ്രശ്നക്കാരൻ. എന്നോടൊരാൾ പറയുമ്പോൾ ഞാൻ അവരോട് പ്രതികരിക്കുമ്പോൾ ഞാൻ എന്ത് പ്രതികരിച്ചു എന്നുള്ളതനുസരിച്ചാണ് അത് പ്രശ്നമാകുക. അപ്പം ഞാൻ മറ്റുള്ളവരോട് പ്രതികരിക്കുമ്പോൾ നന്നായി, മെച്ചമായി, ക്രിയാത്മകമായി പ്രതികരിക്കാൻ പഠിക്കണം. അപ്പം ഞാൻ നന്നാക്കേണ്ടത് ആരെയാ? എന്നെ. അപ്പം ഞാൻ കൗൺസിലിങ്ങിലൂടെ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ കൗൺസിലിംഗ് ചെയ്തു കഴിയുമ്പോൾ പറഞ്ഞാൽ ഉപദേശമല്ല, അതുപോലെ തന്നെ ഇത് മാനസിക രോഗമല്ല, എന്നാൽ പ്രയാസങ്ങളെ, പ്രശ്നങ്ങളെ വിലയിരുത്തുകയും ആ പ്രയാസങ്ങൾ എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് ഉണ്ടായതെന്ന് മനസ്സിലാക്കുകയും സ്വയം അവരുടെ പ്രയാസം ഈ വന്ന സാഹചര്യങ്ങൾ തിരിച്ചറിഞ്ഞതിന് കൂടാതെ ഇതിനെ തിരുത്താനുള്ള അവരുടെ കഴിവുകൾ എന്താണെന്ന് കാണിച്ചു കൊടുക്കും. ഓക്കെ. അതും കണ്ടെത്തുന്നു. അവർക്ക് അവരുടെ വ്യക്തിത്വത്തിൽ അവർക്ക് അവരുടേതായ കഴിവുകളുണ്ട്. ആ കഴിവുകളെ കണ്ടെത്താൻ സഹായിക്കും. അപ്പോൾ അവർക്ക് ദൈവം കൊടുത്തതായ കഴിവുകൾ ഉപയോഗിച്ച്, സാധ്യതകൾ ഉപയോഗിച്ച് അവരതിന് സ്വയം ഒരു പരിഹാരം കണ്ടെത്തും. സാധ്യതകൾ ധാരാളമുണ്ട്. ഞങ്ങൾ പറയും ജീവിതത്തിൻ്റെ പരാജയം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിക്കും. ജീവിതത്തിൻ്റെ പരാജയം പരീക്ഷയ്ക്കങ്ങ് തോറ്റുപോകുന്ന അതല്ല, ജീവിതത്തിൻ്റെ സാധ്യതകളെ നന്നായി ഉപയോഗിക്കാത്ത പരാജയം. എത്രയോ സാധ്യതകൾ നമ്മൾ മുമ്പിലുണ്ട്. സമയത്ത് പഠിക്കണം, സമയത്ത് സ്കൂളിൽ പോകണം, അതുപോലെ തന്നെ മറ്റുള്ളവരെ കണ്ടാൽ ഞാൻ ബഹുമാനിക്കണം, ഇതൊക്കെ സാധ്യതകളാണ്. മറ്റുള്ളവരോട് സഹകരിക്കണം, കല്യാണം കഴിക്കണം, കുടുംബത്തിൽ നന്നായിട്ട് ജീവിക്കണം, വെള്ളമടിച്ച് കളയരുത്, ഇതൊക്കെ നല്ല സാധ്യതകളാണ്. ഈ സാധ്യതകളുണ്ട്, അതിനെ ഉപയോഗിക്കത്തില്ല, നന്നായിട്ട് ഉപയോഗിക്കില്ല. അതിന് പകരം താൽക്കാലികമായ ലാഭങ്ങളോ സന്തോഷങ്ങളോ കാര്യങ്ങൾക്കോ വേണ്ടി ഞാൻ പോവുകയും പ്രവർത്തിക്കുകയും ചെയ്യും. അവിടെ ഞാൻ അപകടം, ദോഷം, പ്രയാസങ്ങൾ വരുത്തി വയ്ക്കും. അപ്പം കൗൺസിലിങ്ങിലൂടെ ചെയ്യുന്നത് ഇതെല്ലാം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ അവരെ പുതിയ വ്യക്തിത്വത്തിൻ്റെ ഉടമകളാക്കി മാറ്റുക എന്നുള്ളത്. അപ്പോൾ പ്രശ്നം ഇതെന്താണെന്ന് ചോദിച്ചാൽ സ്വന്തം പ്രശ്നത്തിന് സ്വയം പരിഹാരം കണ്ടെത്താൻ സഹായിക്കുന്ന പ്രക്രിയയാണ് കൗൺസിലിംഗ്. ഒരു പ്രോസസ്സിംഗ്, ഹെൽപ്പിംഗ് എ പേഴ്സൺ ടു ഹെൽപ്പ് ഹിംസെൽഫ് ഓർ ഹെർസെൽഫ് ടു റിസോൾവ് ദ പ്രോബ്ലം. ചോദിച്ചാൽ ഇതൊരു പ്രോസസ്സിംഗ് ആണ്. ഇതൊരു പ്രോസസ്സാണ്. അതായത് എനിക്ക് പ്രശ്നമുണ്ട്, എൻ്റെ പ്രശ്നത്തിന് ഞാൻ സ്വയം പരിഹാരം കണ്ടെത്തുവാൻ എന്നെ ഒരു കൗൺസിലർ സഹായിക്കുന്നു. അവരല്ല പരിഹാരം തരുന്നത്, പരിഹാരം ഞാൻ തന്നെയാണ് കണ്ടെത്തുന്നത്. എൻ്റെ പ്രശ്നമാണെങ്കിൽ ഞാൻ പരിഹാരം കണ്ടെത്തും. ഞാൻ ആ പ്രശ്നം ഉണ്ടാക്കുന്ന പരിഹാരം എൻ്റെ തന്നെ ഉണ്ട്. പലരും അത് തിരിച്ചറിയത് എൻ്റെ പ്രശ്നത്തിൻ്റെ പരിഹാരം അച്ഛൻ്റെ അല്ല, മെത്രാച്ചൻ്റെ അല്ല, അല്ലെങ്കിൽ കൗൺസിലറുടെ അല്ല എന്ന് പറഞ്ഞാൽ അല്ല. സമയത്ത് സ്കൂളിൽ പോകേണ്ട ജോലി എനിക്കാണ്. ഞാൻ പോയില്ലെങ്കിൽ എനിക്ക് അവിടെ പോകാൻ നിൽക്കില്ല. ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത് ഞാൻ വേറെ വല്ല ചിന്തിച്ചുകൊണ്ട് പഠിക്കാൻ നിൽക്കില്ല. അപ്പോൾ എൻ്റെ പ്രശ്നത്തിൻ്റെ പരിഹാരം എൻ്റെ തന്നെ ഉണ്ട്. അച്ഛാ, കഴിഞ്ഞ 50 വർഷമായി അച്ഛൻ പൗരോഹിത്യ ശുശ്രൂഷയിൽ പ്രവേശിച്ചിട്ട്. എനിക്ക് തോന്നി കഴിഞ്ഞ ദിവസം അതിൻ്റെ ഓർമ്മ ദിവസം കൂടിയായിരുന്നു. ഓർമ്മ ഇന്നലെയായിരുന്നു പട്ടത്ത് ശുശ്രൂഷയുടെ അച്ഛനായത് ഇന്നലെയാണ്. അപ്പോൾ അതുകൊണ്ട് വേൾഡ് ടു വേൾഡ് ടിവിയുടെ പ്രേക്ഷകരുടെ എല്ലാ ആശംസകളും ഞാൻ നേരെയാണ്. 50 വർഷം ഈ കൗൺസിലിംഗ് ഫീൽഡുമായി ബന്ധപ്പെട്ടപ്പോൾ അച്ഛൻ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്,
അനേക കുടുംബവേദികൾ, കുടുംബ സദസ്സുകൾ നടത്തിയിട്ടുണ്ട്, ഇൻ്റർവ്യൂകൾ നടത്തിയിട്ടുണ്ട്. അച്ഛൻ്റെ ഒരു ഒപ്പീനിയൻ, ഒരുപാട് ശിഥിലമായ കുടുംബങ്ങളുടെ മധ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ചിലയിടയ്ക്ക് പറഞ്ഞില്ല, നമ്മുടെ നാക്കാണ് പ്രശ്നമെന്ന് പറയുന്നത്. അപ്പോൾ ഈ കുടുംബം തകരുന്നു. അത് അമേരിക്കയിൽ പോകുന്നതുകൊണ്ടോ ഇവിടെ ഉള്ളത് കൊണ്ടോ ഒന്നും അല്ല, പല പ്രശ്നങ്ങൾ കൊണ്ടാണ്. അപ്പോൾ ഇതിനെയൊക്കെ അച്ഛൻ ഫേസ് ചെയ്ത് അനേകരെ കൈപിടിച്ച് കുടുംബജീവിതത്തിൽ ഭദ്രമായ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാം. ഈ കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ കുടുംബം നമ്മളെപ്പോഴും കേൾക്കുന്ന കൂടുമ്പോൾ ഇമ്പമാണ് എന്നൊക്കെ പറയാൻ എളുപ്പമാണ്. പക്ഷേ രണ്ട് വ്യക്തിത്വങ്ങൾ രണ്ട് സാഹചര്യത്തിൽ നിന്ന് വരുന്നവരാണ്, രണ്ട് സംസ്കാരങ്ങൾ രണ്ട് ചുറ്റുപാടിൽ നിന്ന് വരുന്നവരാണ്. യുണീക്ക്, അതായത് വ്യത്യസ്തമായ വ്യക്തിത്വങ്ങളാണ്, പക്ഷെ ഒന്നിച്ച് ചേർന്ന് ജീവിക്കേണ്ടവരാണ്. അപ്പോൾ വളരെയധികം കാര്യങ്ങൾ പൊരുത്തപ്പെട്ടേ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ കുടുംബജീവിതം എന്നൊക്കെ പറയുമ്പോൾ, വിവാഹം എന്നൊക്കെ പറയുമ്പോൾ ഒന്നിച്ചു ചേർന്ന് ജീവിക്കുവാൻ തക്കവണ്ണം രണ്ട് വ്യക്തികൾ എടുക്കുന്ന ഒരു വലിയ തീരുമാനമാണ്. ദൈവം നമ്മളെ സൃഷ്ടിച്ച് ലോകത്തിലാക്കി. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ലെന്ന് കണ്ടു. ഞാൻ അവന് തക്കതായൊരു തുണയെ കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഈശ്വരൻ നമുക്ക് നല്ലൊരു തുണയെ തന്നു. ഈ തുണയോടുകൂടെ ചേർന്ന് ജീവിക്കാനുള്ള ഉത്തരവാദിത്വവും നമ്മളെ ഏൽപ്പിച്ചു. അതുകൊണ്ട് എന്താണ് ഈ കുടുംബം എന്നൊക്കെ ചോദിച്ചാൽ ഞങ്ങൾ പറയും, ദൈവത്തോടും പങ്കാളിയോടും കൂടെ ചേർന്ന് മൂന്ന് പേരേ ഉള്ളൂ. ദൈവവും പങ്കാളിയും ഞാനും ചേർന്ന് സന്തോഷമായി, ആനന്ദമായി, ക്രിയാത്മകമായി, ഉത്തരവാദിത്തമായി ജീവിക്കുന്നതിനാണ് കുടുംബം. ഇതെപ്പോഴും ഓർത്തിരിക്കേണ്ടത്, മറക്കാൻ പാടില്ല. ദൈവമാണ് ഇതിൻ്റെ ഉത്തരവാദി. ദൈവമാണ് എന്നെ കൂട്ടിച്ചേർത്ത്. അതുകൊണ്ട് ദൈവത്തോടും പ്രൈമറി പേഴ്സൺ. പലരും ഈ ദൈവത്തെ കളയും, എന്നിട്ട് ഞാനാകും ചുമതലക്കാരൻ. നോ, എനിത്തിങ് ആൻഡ് എവറിത്തിങ് ദാറ്റ് ഐ ഡു, അതിന് ഞാൻ എൻ്റെ ദൈവത്തോടുള്ള അനുവാദം രണ്ടുപേരും വാങ്ങണം. അവിടെ ദൈവത്തോടും പങ്കാളിയോടും കൂടെ ചേർന്ന് സന്തോഷമായി, ആനന്ദമായി, ക്രിയാത്മകമായി, ഉത്തരവാദിത്തമായിട്ട് ജീവിക്കുവാനുള്ള എല്ലാവർക്കും സന്തോഷമുണ്ട്. പക്ഷെ അകത്തുനിന്ന് തികട്ടി വരുന്ന ആനന്ദം ഉണ്ടാവണം. അത് ഉത്തരവാദിത്തമുള്ളതായിരിക്കണം. നമുക്ക് ഒരു ചുമതല ബോധം തോന്നിയ പോലെ വരാനും തോന്നിയ പോലെ ചെയ്യാനും ഉത്തരവാദിത്ത ബോധം വേണം. അതുപോലെ ക്രിയാത്മകമായിരിക്കണം. ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അതിനൊരു ക്രിയേറ്റീവ് ആസ്പെക്റ്റ് ഉണ്ട്. അതായത് എനിക്കൊരു പ്രയാസം, പ്രശ്നം, ബുദ്ധിമുട്ടുണ്ടായാൽ, ഇപ്പോൾ എൻ്റെ പങ്കാളിയായിട്ട് പ്രശ്നമുണ്ടായാൽ അത് എത്രയും വേഗം അത് പറഞ്ഞ് തീർക്കാനുള്ള രോഗമുണ്ട്. അതായത് ഇത് ഒന്നിന് പറഞ്ഞാൽ മറ്റോട് ചേർന്ന് അതിനോട് ചേർന്ന് പിന്നെയും പറഞ്ഞ് അങ്ങനെ നീട്ടിപ്പോകാനല്ല. അതിനെ ക്രിയേറ്റീവ് ആക്കുക എന്ന് പറഞ്ഞാൽ അപ്പോഴപ്പോൾ പ്രശ്നങ്ങളെ പരിഹരിക്കുക എന്നുള്ളതാണ്. യെസ്, അതിനുള്ള സാധ്യതയുണ്ട്, അവസരമുണ്ട്, അതിനുള്ള കഴിവുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ യു ഷുഡ് ഡു ദാറ്റ്. റെസ്പോൺസിബിലിറ്റിയാണ്. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ വളർത്തും. വളർന്നു കഴിഞ്ഞാൽ പ്രശ്നം വളരെ തീവ്രമാകാം. അച്ഛാ, ഈ കുടുംബജീവിതത്തിൽ നമ്മൾ പ്രവേശിക്കുന്ന സമയത്ത് വിവാഹം ഒരു കൂദാശയാണ്. അച്ഛൻ ധാരാളം ബുക്കുകൾ എഴുതിയിട്ടുണ്ട്. അതിലൊരു വിവാഹ കൂദാശയെ പറ്റിയും മാരേജ് കൂദാശയെ പറ്റിയൊക്കെ എഴുതിയ ബുക്ക് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ വിവാഹം കൂദാശയാണ്. ചില ആളുകൾ പറഞ്ഞു വിവാഹം സ്വർഗത്തിലാണ് നടക്കുന്നത്. അതൊക്കെ ശരിയായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ഈ കൂദാശ എന്ന് പറയുമ്പോൾ ദൈവകൃപയുടെ മുഖാന്തരമാണെന്നാണ് നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കുടുംബജീവിതത്തിൽ ദൈവത്തെ പറ്റി പറഞ്ഞു, കൃപയുടെ മുഖാന്തരമായിരിക്കുന്ന കൂദാശ ഒന്നുകൂടെ എങ്ങനെ അർത്ഥവത്താക്കി തീർക്കാം? വിവാഹം എന്ന് പറയുന്നത് 2-3 അത്യാവശ്യ കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ഇത് ദൈവത്താൽ സ്ഥാപിതമായി. ദൈവമാണ് നമ്മുടെ സൃഷ്ടികർത്താവ്. ആ നമ്മെ സൃഷ്ടിച്ച ദൈവം എന്ത് ചെയ്യുന്നു? മനുഷ്യൻ ഏകനായിരിക്കുന്ന നന്നല്ല എന്ന് പറഞ്ഞ് നമുക്ക് തക്കതായൊരു തുണയെ തരും. അതൊന്ന്. 2, ഈ നമ്മളെ സംബന്ധിച്ച് കർത്താവ് ചെയ്തപോലെ സ്വർഗീയ മഹിമയിൽ നിന്ന് ദൈവം സ്വർഗീയ മഹത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ മനുഷ്യനായി, വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം താഴ്ത്തി വന്നില്ല. ആ താണു വരുന്ന ഒരു ഭാവം വിവാഹം കഴിക്കുന്ന പുരുഷനും വേണം, സ്ത്രീക്കും. വിവാഹം കഴിക്കുന്ന സ്ത്രീക്കും വേണം. കനോസിസ് തിയറി എന്നൊക്കെ പറയാൻ ഞാൻ ഈ സാധാരണ പറയുന്നേ, നമുക്ക് ഈ പൂക്കോയ്ക്കലെ ഭാവം വേണ്ട എന്ന് പറഞ്ഞാൽ ഞാനെന്ന ജാട, അത് പുരുഷനും വേണ്ട, സ്ത്രീക്കും വേണ്ട. അവിടെ ഒന്ന് താണു വരണം. ചില പുരുഷന്മാർ പറയും ഞാൻ പൂക്കോയ്ക്കൽ, അല്ലെങ്കിൽ ഞാൻ പാറായിലെയാന്ന് പറയും. അല്ലെങ്കിൽ പെണ്ണ് പറയും ഞാൻ പൂക്കോയിരിക്കാന്ന്. രണ്ടുപേരും അവിടെ ഇരുന്നാൽ അവിടെ ഇരിക്കുകയുള്ളൂ, ഡൗൺ ചെയ്യില്ല. യു ഷുഡ് കം ഡൗൺ ടു ദ സെയിം വേവ് ലെങ്ത്, ഒരേ ലെവലിലേക്കൊന്ന് ഡൗൺ ടു എർത്ത്. നമ്മുടെ കർത്താവ് സ്വർഗീയ മഹിമയിൽ നിന്ന് താണിറങ്ങി വന്ന് നമ്മുടെ അടുത്ത് വന്ന് നമ്മോട് കൂടെ നമ്മുടെ ലെവലിൽ വന്നതുകൊണ്ടാണ് കർത്താവ് നമ്മളെ അറിയുന്നത്, നമ്മൾ കർത്താവിനെ അറിയുന്നത്. ഇതാണ് ഇൻകാർണേഷൻ പ്രോസസ്. ഈ ഇൻകാർണേഷൻ പ്രോസസ്സ് കുടുംബത്തിൽ വേണം. പുരുഷൻ താണു വരണം, സ്ത്രീയും താണു വരണം. പുരുഷൻ ഒരു ജാടയും കാണിക്കേണ്ട കാര്യമില്ല. അവനൊരു വ്യക്തി, അവളും ഒരു വ്യക്തി. രണ്ട് വ്യക്തിത്വമുള്ള രണ്ട് ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. ഇതൊരു വലിയ ദൈവശാസ്ത്ര ചിന്തയാണ്. നമ്മൾ ഇൻകാർണേഷൻ
പോലെ തന്നെ രണ്ടുപേരും കർത്താവായി ഭൂമിയിലേക്ക് മടങ്ങി വരണം. താണി വരുന്ന ഒരു അങ്ങനെ വരുന്ന അവസ്ഥ ഉണ്ടാവണം. ആ താണ് വരുന്ന അവസ്ഥയാണ് വി വിൽ ബി ഇൻ ദ സെയിം വേവ് ലെങ്ത്. ഓക്കെ. പുരുഷൻ സ്ത്രീയെയും സ്ത്രീ പുരുഷനെയും നന്നായി അറിയുന്ന അവസ്ഥ എവിടെയാണ്. അല്ലാതെ ഈ ജാടയിൽ ഇങ്ങനെ നിന്നാൽ രണ്ടുപേരും അറിയത്തില്ല. ഗിയർ ഡൗൺ ചെയ്യുന്ന പ്രക്രിയയാണ്. ഡെഫിനറ്റ്ലി യു ഷുഡ്. അച്ഛൻ പറഞ്ഞല്ലോ രണ്ട് വ്യക്തിത്വം താണു വരണം. അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. അതാണ് ഞാൻ പറഞ്ഞത്. അതാണ് ഇൻകാർണേഷൻ പ്രോസസ്. താണു വരിക എന്ന് പറയുന്നത്. അങ്ങനെ താണു വരുമ്പോൾ രണ്ടുപേരും തമ്മിൽ സെയിം വേവ് ലെങ്തിലാകും. അപ്പം അന്യോന്യം തിരിച്ചറിയാൻ, മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കുന്നുള്ളൂ. അതാണ് ഇൻകാർണേഷൻ പ്രോസസ്സ്. ഇതിന് നമുക്ക് സഭയിൽ ഒരു ഒന്നിച്ച് വന്ന് ഈ തരത്തിൽ ചേർത്തെടുക്കുന്ന നമുക്കൊരു കൂദാശയുണ്ട്. ഈ കൂദാശയെപ്പറ്റി പല ആൾക്കും നിശ്ചയമില്ല. ഇപ്പം നമ്മൾ കല്യാണം, വിവാഹം എന്നൊക്കെ പറയുമ്പോൾ ചില ആൾക്ക് പെട്ടെന്ന് വരുന്നൊരു ചിന്ത ഇത്രയേ ഉള്ളൂ, വാനിൽ നിന്ന് ഒരു മകുടം എന്ന് പറഞ്ഞുള്ള ആ ഒരു ശുശ്രൂഷയെപ്പറ്റി. എന്നാൽ എന്താ ഇതെന്നുള്ളത് അത് പഠിക്കണം. പ്രധാനമായി കൂദാശ ഇതിനൊരു ഡെഫിനേഷൻ നമുക്കുണ്ട്. നമ്മൾ എല്ലാ സഭകളിലും പഠിപ്പിക്കുന്ന, മാർത്തമ സഭയിലാണ്, ഓർത്തഡോക്സ് സഭയിലാണെങ്കിൽ ഏത് സഭയിലും പഠിപ്പിക്കുന്ന ഒരു ഡെഫിനേഷൻ ഉണ്ട്. അദൃശ്യനായ ദൈവത്തിൻ്റെ അദൃശ്യമായ അനുഗ്രഹങ്ങളുടെ ദൃശ്യമായ രൂപങ്ങളാണ് കൂദാശകൾ. അൺസീൻ ഗോഡ് ആൻഡ് ദി അൺസീൻ ബ്ലെസ്സിങ്സ് ത്രൂ സീൻ ആക്ടിവിറ്റീസ്. ഇതാണ് അദൃശ്യനായ ദൈവത്തിൻ്റെ അദൃശ്യമായ അനുഗ്രഹങ്ങളുടെ ദൃശ്യമായ രൂപങ്ങളാണ് കൂദാശകൾ. വിവാഹ കൂദാശ, നമുക്ക് സഭയിൽ 7 കൂദാശ ഉണ്ടെങ്കിൽ 2 പ്രധാനപ്പെട്ടത് വിശുദ്ധ കുർബാനയും മാമോദിസയുമാണ്. എന്നാൽ വിവാഹം ഒരു കൂദാശയാണ്. വിവാഹം എന്ന കൂദാശയിൽ 4 രൂപങ്ങളുണ്ട്. ആ 4 രൂപങ്ങളിൽ 1 മോതിരം വാഴ്വ്, 2 കിരീടം വാഴ്വ്, 3 മിന്നുകെട്ട്, 4 മന്ത്രകൂടി. ഈ 4 രൂപങ്ങളുണ്ട്. ഈ 4 രൂപങ്ങളിൽ കൂടിയും നമുക്ക് കിട്ടുന്നത് അനുഗ്രഹങ്ങളാണ്. കുടുംബജീവിതത്തിൽ അച്ഛൻ ഡിസിപ്ലിൻ വേണമെന്ന് പറയുന്നു. അച്ഛൻ എന്ന് പറയുന്ന പോലെ തന്നെ കുടുംബജീവിതത്തിൽ ചിട്ടയും നിഷ്ഠയും ഉണ്ടാകുന്ന പോലെ തന്നെ സഭാപ്രസംഗങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ടൈം ഫോർ എവറിത്തിങ്. എല്ലാത്തിനും ഒരു സമയം. അത് സത്യമാണ്. എല്ലാത്തിനും സമയമുണ്ട്. അതായത് പഠിക്കാനിരിക്കുന്ന വിദ്യാർത്ഥിക്ക് പഠിക്കാൻ സമയമുണ്ട്. അതേസമയം അവന് കളിക്കാനുള്ള സമയമുണ്ട്. അതേസമയം അവന് വീട്ടിലുള്ളവരോട് ബന്ധപ്പെടാനുള്ള സമയമുണ്ട്. നെറ്റിൽ കയറാനുള്ള അവൻ്റെ പ്രത്യേക സമയമുണ്ട്. അതുപോലെ തന്നെ സുഹൃത്തുക്കളെ വിളിക്കേണ്ട സമയമുണ്ട്. ഓരോന്നിനും അതിൻ്റെ സമയമുണ്ട്. അതിൻ്റെ ആ ഡിസിപ്ലിൻ ഉപയോഗിച്ച് ഞാൻ കാര്യങ്ങൾ ക്രമീകരിക്കുകയാണെങ്കിൽ ഇത് തമ്മിൽ ഒരു വിധത്തിൽ ചണ്ടയില്ല. ഞാൻ ഇതിനോട് പ്രതികരിക്കുകയാണ് അച്ഛാ. അതായത് ഇപ്പോൾ കൊറോണ വൈറസിൻ്റെ സംഹാര താണ്ഡവം നടക്കുന്ന ഒരു കാലഘട്ടമാണ്. നമുക്ക് മൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കുട്ടികൾ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സസ് ആയിരുന്നു. അറിഞ്ഞോ അറിയാതെയോ ഒരു കുഞ്ഞിൻ്റെ കയ്യിൽ മൊബൈൽ ഇരിക്കുന്നു. അപ്പോൾ ആ കുഞ്ഞ് അതിന് അടിമയാകുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ കുട്ടികളെ ഈ ഓൺലൈൻ ക്ലാസ്സിൻ്റെ സമയത്ത് അവർക്ക് ഇതിന് അടിമയാകുന്നു. ഇപ്പോൾ തന്നെ പഠിപ്പിക്കുന്ന അധ്യാപകർ പറയുന്നു, ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ കുട്ടികൾ ഡിസ്റ്റർബ്ഡ് ആണ്. ബിക്കോസ് ഫിസിക്കൽ ക്ലാസ്സസ് ആണ് ചെയ്യുന്നത്, ഓഫ്ലൈൻ ക്ലാസ്സസ് ആണ്. അവിടെ കുട്ടികൾ ഓടി നടക്കുന്നു, പിന്നെ അതുപോലെ തന്നെ ഹൈപ്പർ ആക്റ്റീവ് ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ എങ്ങനെ നമുക്ക് ഒന്ന് മാനേജ് ചെയ്യാൻ പറ്റും? നമ്മുടെ ഈ പ്രത്യേക സാഹചര്യത്തിൽ ഓൺലൈൻ സിസ്റ്റത്തെ നമുക്ക് എതിർക്കാൻ ഒക്കത്തില്ല. ഓക്കെ, ഒരാവശ്യമായിരുന്നു. അതുണ്ടായിരുന്നത് കൊണ്ട് നമുക്ക് പല കാര്യങ്ങളും മുടക്കം കൂടാതൊക്കെ നടന്നു പോയി. റൈറ്റ്. എന്നാൽ ഇപ്പോൾ ഓഫ്ലൈൻ സമയത്ത് അതിൻ്റെ ഒരു ഡിസിപ്ലിൻ ഉണ്ടായാലേ പറ്റൂ. ആ ഡിസിപ്ലിൻ ഉണ്ടാക്കാൻ തക്കവണ്ണം എല്ലാവരും കൂടെ സഹകരിച്ചാലേ നടക്കത്തുള്ളൂ. ശരി. അത് മാതാപിതാക്കന്മാരും, ഈ നോക്കേണ്ട മാതാപിതാക്കന്മാർക്ക് ആ ഡിസിപ്ലിൻ ഇല്ല, അത് വേറൊരു കാര്യം. ഈ മാതാപിതാക്കന്മാരും അധ്യാപകരും എല്ലാവരും കൂടെ ഒരുപോലെ സഹകരിച്ച് പറ്റത്തുള്ളൂ. സാധാരണഗതിയിൽ ഈ നമ്മുടെ ഈ കൊറോണയുടെയൊക്കെ മുമ്പായിട്ട് ഒരു മൊബൈൽ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ, ഒരു ലാപ്ടോപ്പ് നമ്മുടെ പിള്ളേരുടെ കൊടുക്കത്തില്ലായിരുന്നു. നിവൃത്തം ഉണ്ടെങ്കിൽ കൊടുക്കില്ല. അത്യാവശ്യം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ ഇച്ചിരി വളർന്നൊക്കെ കഴിഞ്ഞാൽ കൊടുക്കുക. ഇപ്പോൾ അതല്ല, എല്ലാവരുടെയും കയ്യിൽ കൊച്ചുകൊച്ചൊക്കെയുണ്ട്. 2 വയസ്സ് കഴിഞ്ഞതിൻ്റെ അമ്മൻ്റെ മുതലുണ്ട്. അവൻ ഇത് മുഴുവൻ കുത്താനും എടുക്കാൻ അറിയാം. നമ്മളെക്കാട്ടിലറിയാം. ഇപ്പം നമുക്കൊന്നും അറിയാം, നമുക്കൊന്നും അറിയത്തില്ല. ഞാൻ പറഞ്ഞത് അതുപോലെ എല്ലാം ഇന്നൊരു വലിയ നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായി മാറിയിട്ടുണ്ട്. അപ്പം ഇതിനെ ഡിസിപ്ലിൻഡായിട്ട് സമയാസമയം അച്ഛൻ പറഞ്ഞതുപോലെ ഓരോന്നിനും ഓരോ സമയം മറ്റു സമയം എന്ന് പറഞ്ഞാൽ അതിനെ ഒരു ഡിസിപ്ലിൻഡ് ആക്കാനായിട്ട് നമ്മൾ ഇന്നത്തെ കമ്മ്യൂണിറ്റിയെ ട്രെയിൻ ചെയ്യും. അത് പേരൻസിൻ്റെ ഉത്തരവാദിത്തമാണ്. അത് പേരൻസ് ഉണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, എല്ലാവരും അതിനകത്ത്, അച്ഛന്മാരുണ്ട്, ഗവൺമെൻറ് ഉൾപ്പെടെ. ഗവൺമെൻറ് ഉൾപ്പെടെ. അതുകൊണ്ട് ചില കാര്യങ്ങൾ നമ്മൾ മിതത്വം പാലിക്കാതിരുന്നാൽ പറ്റില്ല. മിതത്വം, അതായത് ഭക്ഷണം പോലും അമിതമായി കഴിഞ്ഞാൽ അതിന് ഗ്ലട്ടണിയാകും. അത് ദോഷങ്ങളുണ്ടാകും, ഒരുപാട് ദോഷങ്ങളുണ്ട് എന്ന് പറഞ്ഞ പോലെ എല്ലാത്തിലും ഒരു മിതത്വം വേണം. അതിനൊരു ഡിസിപ്ലിൻ, നല്ലൊരു ഡിസിപ്ലിൻ നമ്മൾ വളർത്തിയെടുത്തല്ലേ പറ്റും. അച്ഛന് മുമ്പേ പറഞ്ഞിരുന്നു, കുടുംബം
പ്രത്യേകിച്ച് നമ്മുടെ രണ്ടുപേരുടെയും ഭാര്യമാർ ഈ ജോലിക്ക് പോയ സാഹചര്യമുണ്ട്. ഞാൻ ചിലപ്പോൾ ഓർത്തിട്ടുണ്ട്, ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. നമ്മളിങ്ങനെ പബ്ലിക് പ്രോഗ്രാം നടക്കുമ്പോഴും അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. അവർ സഹനത്തോടെ സ്നേഹത്തോടെ പെരുമാറിയിരുന്നു. കുടുംബത്തിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എന്ന് പറയാമോ? അമ്മാമ സ്കൂളിൽ പഠിപ്പിച്ചിരുന്നു. എൻ്റെ വൈഫ് നേരത്തെ സ്കൂളിൽ പ്രിൻസിപ്പലായിട്ട് ജോലി ചെയ്യുന്നിടത്ത്. അതെവിടെയായിരുന്നു? ബനാറസിൽ. ഓക്കെ. അപ്പോൾ അവിടെ ജോലി ചെയ്യുന്നിടത്തുനിന്നാണ് ആ ജോലി വിട്ടിട്ടാണ് വന്ന് ഞങ്ങൾ വിവാഹം കഴിച്ച് ഞങ്ങൾ ഒന്നിച്ച് താമസം ആരംഭിച്ചത്. അപ്പോൾ ആദ്യ കാലങ്ങളിലൊന്നും ജോലിയൊന്നുമില്ല. എന്നാൽ മാർത്തോമ സഭയിലെ അന്നത്തെ ഒരു താല്പര്യം അനുസരിച്ച് പെട്ടെന്ന് പോയി. പക്ഷേ യൂഹാനൻ തിരുമേനി പറഞ്ഞു ഭാര്യമാർ ജോലി ചെയ്യാതെ പട്ടക്കാരുടെ സുവിശേഷം ഇതിൽ സഹായിക്കണമെന്നൊക്കെ പറഞ്ഞു. എങ്കിലും ഉള്ളിൻ്റെ ആ ഒരു താല്പര്യത്തിൽ നമ്മളൊരു ഇൻ്റർവ്യൂവിനൊക്കെ അറ്റൻഡ് ചെയ്തു, ഒക്കെ കിട്ടി. സഭയിൽ പിന്നെ നമുക്ക് അന്ന് കിട്ടിയത് 3ാമത്തെ റാങ്ക് കൊണ്ട് കിട്ടിയതാണ്. പക്ഷേ പിന്നീട് ആ ജോലിക്ക് വിളിച്ചുമില്ല, പോയുമില്ല. അതുണ്ടായി. അപ്പം അതോടുകൂടെ ഞങ്ങൾ ആ ജോലി എന്നുള്ള താല്പര്യമൊക്കെ അങ്ങ് വിട്ടു. അത് വിട്ടിട്ട് പിന്നെ സഭയിൽ അവിടെ പൂർണ്ണ സമയം വൈഫ് എൻ്റെ ഈ വർക്കിനെ സപ്പോർട്ട് ചെയ്യുന്നു. അവസാനം വൈഫ് തന്നെ എന്നോട് പറഞ്ഞൊരു സംഗതിയുണ്ട്, കൗൺസിലിംഗ് സെൻറ്റർ വർക്ക് ചെയ്യുന്നതിന് ഞാനൊരു വിധത്തിലും തടസ്സമാകുന്നില്ല. കാരണം അത് വളർത്തിക്കൊണ്ട് വരേണ്ടത് അച്ഛൻ്റെ ചുമതലയാണെന്ന് ഞാൻ അറിയുന്നു. അതുകൊണ്ട് ആ പ്രവർത്തനം തടസ്സമാകാതൊക്കെ ഞാനൊരു ജോലിക്ക് പോകുന്നുമില്ല. സപ്പോർട്ടീവായിരുന്നു. ആ ജോലിക്ക് പോകുന്നില്ല എന്ന് തന്നെ തീരുമാനിച്ചു. കാരണം ഈ ഇവിടുത്തെ വർക്കിന് എൻ്റെ ജോലി തടസ്സമാകുന്നെങ്കിൽ ഞാൻ ജോലിക്ക് പോകുന്നില്ല. അതുകൊണ്ട് ജോലിക്ക് പോകാതെ ഞാൻ വൈഫ് വീട്ടിൽ നിന്നു. അതുകൊണ്ട് ജോലി പിന്നെ വേണ്ട. ആദ്യം ജോലിക്ക് പോകാൻ വേണ്ടിയാണ് ചെയ്തതെങ്കിൽ പോലും പിന്നീട് ആ തരത്തിലില്ലാതെ. മക്കള് രണ്ടുപേര്, രണ്ടുപേര്, മകനും ഒരു മകളും. മകളാണ് മൂത്തത്. അവളൊരു ടീച്ചറായിട്ട് ഹൈദരാബാദിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നു. അവളുടെ ഹസ്ബൻഡും ഇതുപോലെ ആക്സിലറി വർക്ക് ചെയ്യുന്നു. പിന്നെ മോന് ഉണ്ട്, അവനും വൈഫും രണ്ടുപേരും എഞ്ചിനീയേഴ്സായിട്ട് UK വർക്ക് ചെയ്യുന്നു. അവർക്ക് രണ്ടുപേരും കൂടെ, അതായത് മോനും മോൾക്കും ഞങ്ങൾക്ക് 3 കൊച്ചുമക്കൾ. മകൾക്കൊരു മകളും മകന് 2 മക്കളും. അച്ഛൻ്റെ പാട്ട് സുന്ദരമായിരുന്നു, കുർബാന സുന്ദരമായിരുന്നു. ചെറുപ്പത്തിൽ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഒരു ചേട്ടൻ എന്ന നിലയിൽ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ സുന്ദരമായ കുർബാന ഉണ്ടായിരുന്നു, പാട്ടുമൊക്കെ ഉണ്ടായിരുന്നു. അച്ഛൻ പഠിപ്പിച്ച കൊയറിനകത്തൊക്കെ ഞാൻ നിന്നിട്ടുണ്ട് കൊച്ചു പയ്യനായിട്ടൊക്കെ ഹൈസ്കൂളിൽ. അച്ഛൻ്റെ ഈ പാട്ട് മക്കൾക്ക് കിട്ടിയിട്ടുണ്ട്, ടാലൻറ്റ്. പാടും. എൻ്റെ ലിൻസ് ക്ലാസിക്കൽ മലയാളം സോങ് 3-4 വർഷം പഠിച്ചു. ഇപ്പോൾ അവൾ നന്നായിട്ട് പാടും. പാട്ട് എഴുതുന്നുണ്ട്, പാട്ട് ട്യൂൺ ചെയ്യും, പാട്ട് ട്യൂൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോഴും അവൾ നന്നായിട്ട് പാടുകയൊക്കെ ചെയ്യും. പിന്നെ അവൻ ആദ്യ സമയത്ത് ശബ്ദം അത്ര ക്ലിയർ അല്ലായിരുന്നു. പക്ഷേ പിന്നീട് അവൻ സ്വയമായിട്ട് അവനത് ഡെവലപ്പ് ചെയ്തെടുത്തിട്ട് അവിടെ എൻജിനീയറിംഗ് പഠിച്ചുകൊണ്ടിരുന്ന ആ കോളേജിലാണെങ്കിലും അവർക്കൊരു ഗ്രൂപ്പ് ഉണ്ടായി, പാട്ടൊക്കെ പാടുകയും കുറേ പാട്ടുകൾ റെക്കോർഡ് ചെയ്യുകയും. പിന്നീട് അവൻ UK ചെന്നതിന് ശേഷം അവിടെ മാഞ്ചസ്റ്ററിൽ പള്ളിയുടെ കൊയറിൻ്റെ ചുമതലയെടുക്കുകയും പാടുകയും ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് പിള്ളേരും പാടും. വൈഫാണെങ്കിൽ നന്നായിട്ട് പാടുന്നു. ഇപ്പോൾ ഇവിടുത്തെ കൊയറിലൊക്കെ പാടുന്നു. അച്ഛാ, ഈ പൊതുസമൂഹത്തോട്, പ്രത്യേകിച്ച് പ്രേക്ഷകരോട് അച്ഛൻ്റെ 50 വർഷത്തെ എക്സ്പീരിയൻസിൽ മാനസിക വിഷയങ്ങൾ കൈകാര്യം ചെയ്ത ഒരു പുരോഹിതൻ എന്ന നിലയിൽ, അറിയപ്പെടുന്ന ഒരു കൗൺസിലർ എന്ന നിലയിൽ, മനഃശാസ്ത്രജ്ഞ എന്ന നിലയിൽ എന്ത് സന്ദേശമാണ് കൊടുക്കാനുള്ളത്? പ്രത്യേകിച്ച് യുവജനങ്ങളോട് അച്ഛൻ എന്ത് സന്ദേശം? എനിക്ക് യുവജനങ്ങളോടാണെങ്കിലും അതല്ല കുടുംബാംഗങ്ങളായിട്ടുള്ള മറ്റ് വ്യക്തികളോടാണെങ്കിലും എല്ലാവരോടും എനിക്ക് പറയാനുള്ള ഒറ്റ മെസ്സേജേ ഉള്ളൂ. ദ ജോയ് ഓഫ് ദ ലൈഫ് ഈസ് നോട്ട് ഗിവൺ ബൈ സംബഡി. കുടുംബ സന്തോഷം മറ്റാരും തരുന്നതല്ല. അത് വ്യക്തി ജീവിതത്തിലെ സന്തോഷങ്ങളാലും ആരും തരുന്നതല്ല. നമുക്കിത് 3 വാങ്ങാനും കിട്ടത്തില്ല. ഇതെല്ലാം സന്തോഷം കണ്ടെത്തി നമുക്ക് ശരിയാക്കാനുള്ളതായ സാധ്യതകൾ, സാഹചര്യങ്ങളെല്ലാം ദൈവം നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ അതിനെ എങ്ങനെ സന്തോഷമാക്കിയെടുക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. ഇപ്പോൾ എനിക്ക് തന്നിട്ടുള്ള കുടുംബത്തിൽ എനിക്ക് സന്തോഷം ഉണ്ടാകണമെങ്കിൽ ഞാൻ അതിനെ ക്രമീകരിച്ച് ചെയ്യണം. ആ സന്തോഷം കെടുത്താനിടയാകുന്ന ഒരു ചെറിയ സംഗതിയിലും എൻ്റെ ഉണ്ടെങ്കിൽ ഞാനത് മാറ്റാൻ നിർബന്ധിതനാവണം. ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ വളരെ കാര്യമായിട്ട് വർക്കുകൾ ചെയ്യും, താല്പര്യമാണ്. പ്രത്യേകിച്ച് ഒരു അച്ഛൻ എന്നുള്ള നിലയിൽ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ താല്പര്യം വളരെ നിർബന്ധമായിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് അങ്ങനെ വർക്ക് ചെയ്ത് പോകുമ്പോൾ എനിക്ക് എൻ്റെ പേഴ്സണൽ ടൈം ഇല്ല. ഭാര്യയ്ക്കോ കുഞ്ഞുങ്ങൾക്കോ കൊടുക്കാൻ സമയമില്ല. അപ്പോൾ പിള്ളേർ തന്നെ ചോദിക്കും, അപ്പം ഞങ്ങളുടെ കൂടെ അച്ഛനെ ഇരിക്കാൻ നേരമില്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പം ആരെങ്കിലും ഒരാൾ കൗൺസിലിങ്ങിന് വന്നാൽ അങ്ങ് ഇരിക്കും. ചിലപ്പം മണിക്കൂറുകൾ രാത്രിയാകും, ചിലപ്പോൾ രാത്രി 12 വരെയൊക്കെ ഇങ്ങനെ പോകും. അത് ഒത്തിരി ബുദ്ധിമുട്ടൊരു കുടുംബാംഗങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ എൻ്റെ സമയം കിട്ടിയിട്ടില്ല.
അപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ സമയവും ഈ കുടുംബത്തിലെ വൈഫിൻ്റെ ആണെങ്കിലും ആർക്കും എൻ്റെ അത് സമയം കിട്ടത്തില്ല. ഞാൻ നാട്ടുകാർക്ക് നല്ലവനാണ്, പക്ഷേ വീട്ടിൽ എനിക്ക് സമയം കൊടുക്കാൻ കിട്ടുന്നില്ല. ഞാൻ ദോഷം വഴക്കുണ്ടാക്കുന്നൊന്നുമില്ല, ഒന്നും ചെയ്യുന്നില്ല. അതേസമയം ഐ എം നോട്ട് അവൈലബിൾ അറ്റ് ഹോം. വീട്ടിൽ ഞാൻ പ്രാപ്യനല്ല, അവൈലബിൾ അല്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞുകൊണ്ട് തീരുമാനമെടുത്തു, ഐ മസ്റ്റ് ബി അവൈലബിൾ അറ്റ് ഹോം. എൻ്റെ സമയം ഞാൻ ക്ലെയിം ചെയ്യണം. എനിക്ക് അപ്പോൾ എൻ്റെ മിനിസ്ട്രിയിൽ ഒരു പ്രധാന ഭാഗമാണ് എൻ്റെ കുടുംബത്തോടുള്ള മിനിസ്ട്രി. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു തീരുമാനമെടുത്തു, 5 മണിക്ക് ശേഷമുള്ള സമയം എൻ്റെ കുടുംബത്തിനുള്ളതാണ്. അത് വേറെ ആർക്കും എടുക്കാൻ പറ്റില്ല. വലിയ സന്ദേശമാണ്. എൻ്റെ സമയം 5 മണിക്ക് ശേഷമുള്ള എൻ്റെ കുടുംബത്തിനുള്ളതാണ്, വേറെ ആർക്കും എടുക്കാൻ ഒക്കത്തില്ല. എമർജൻസി നമ്മൾ മനസ്സിലാക്കും. അതല്ലാതെ സാധാരണഗതിയിൽ അച്ഛാ എനിക്ക് എൻ്റെ മോന് ട്യൂഷനുണ്ട്, അവൻ ട്യൂഷൻ കഴിഞ്ഞ് 7:30 ആകും വരും, ഞാൻ 8 മണിക്കാകൊണ്ട് വരട്ടെ എന്ന് ചോദിച്ചാൽ വരണ്ട, ഞാൻ ഫ്രീ അല്ല. ഓപ്പണായിട്ട് ഞാൻ പറഞ്ഞില്ലേ പിന്നെ എനിക്ക് വേണ്ടി ആര് പറയും? അതുകൊണ്ട് ഞാൻ എൻ്റേത് ക്ലെയിം ചെയ്യാനുള്ളത് ഞാൻ ക്ലെയിം ചെയ്ത് പറ്റും. അതുകൊണ്ട് ഞാൻ ദൈവത്തിനെതിരാന്ന് ചോദിച്ചാൽ അല്ല. ബാക്കി എൻ്റെ സമയം മുഴുവൻ ഞാൻ ദൈവ കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. റെസ്പോൺസിബിലിറ്റിയാണ്. എൻ്റെ ഈ കുടുംബത്തോടുള്ള ഉത്തരവാദിത്തം കളഞ്ഞു വെച്ച് ഞാൻ പ്രവർത്തിക്കണമെന്ന് ദൈവം എന്നോട് പറഞ്ഞിട്ടില്ല, ആരോടും പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതൊരു ന്യായീകരണമല്ല, ഫാക്ട്. എന്നാൽ എമർജൻസി ആവശ്യങ്ങൾ വന്നാൽ ഞാൻ എപ്പോഴും എവിടെയും പ്രവർത്തിക്കാൻ തയ്യാറായിരിക്കണം, എനി മൊമെൻറ്റ്. കാരണം 24 hours ഞാൻ അലേർട്ടാണ്, ആകണം, ആയേ പറ്റൂ. പക്ഷേ ഇങ്ങനെയുള്ളതായ എക്സ്പ്ലോയിറ്റേഷന് അനുവദിച്ചുകൂടാ. മറ്റേ ആളുകൾ അവരുടെ സമയം നോക്കി വന്നിട്ട് അവരുടെ ബാങ്കിലെ ജോലിയും മറ്റേ ജോലിയും എല്ലാം കഴിഞ്ഞ് വെച്ച് എന്നെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വന്നാൽ ഒരിക്കലും അനുവദിച്ചു നോ പറയാൻ പഠിക്കണം. അതുകൊണ്ടാണ് പറയുന്നത് ഡോണ്ട് സേ യെസ് വെൻ യു വാണ്ട് ടു സേ നോ. ഒരു പുസ്തകമുണ്ട്, അത് വായിക്കുന്നത് നല്ലതാണ്. ഡോണ്ട് സേ യെസ് വെൻ യു വാണ്ട് ടു സേ നോ. പിന്നീടൊന്നും കുറ്റബോധം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് അത് വളരെ പ്രധാനമാണ്. അച്ഛാ, ഇത്രയും നേരം വേൾഡ് ടു വേൾഡ് ടിവിക്ക് വേണ്ടി അച്ഛൻ ഇത്രയും സ്പെൻഡ് ചെയ്തു, സമയം തന്നു, സന്തോഷമുണ്ട്. അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരൻ, അതുപോലെ തന്നെ പ്രഗത്ഭനായ ഒരു പട്ടക്കാരൻ, അതുപോലെ തന്നെ ഞാൻ ശരിക്കും പറയുന്നത് അന്നത്തെ കാലത്ത് കൗൺസിലിങ്ങിൻ്റെ പൈനിയറായ, ഇന്നും പറയുന്ന ക്ലിനിക്കൽ കൗൺസിലിംഗ് ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അറിയപ്പെടുന്ന ഒരു മനഃശാസ്ത്രജ്ഞൻ എല്ലാമായിരിക്കുന്ന ബഹുമാന്യനായ ഡോക്ടർ ടീച്ചർ തോമസ് അച്ഛൻ, കോതറ സ്വദേശിയാണല്ലോ. അച്ഛന് ഇവിടെ വന്ന് ഇത്രയും നേരം സ്പെൻഡ് ചെയ്ത് അതിയായ സന്തോഷമുണ്ട്. നന്ദി അച്ഛ, നമസ്കാരം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.